അപ്പൊ അതുകൊണ്ട് സണ്ണി കവിക്കാരനോടും ശ്യാംകുമാറിനോടും സന്ദീപ് ആനന്ദഗിരിയോടും ചോദിച്ചിട്ട് ശബരിമല യുവതികളെ കേട്ടോന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, അവര് പോലും ചിരിക്കുമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ സന്ദീപ് ആനന്ദഗിരിയും സണ്ണി കവിക്കാടും ശ്യാംകുമാറും പോലും ചിരിക്കുവേ, ഇങ്ങനെ തള്ളരുതടേ എന്ന് അവര് പോലും പറയും. അതുകൊണ്ട് ക്ഷമിക്കണം, അറിയാതെ ചിരിച്ചു പോയത്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ വിശ്വാസികൾക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം അന്നും ഇന്നും എന്നും പറയുന്നുണ്ട്. അല്ല, അത് പ്രതീക്ഷിക്കണ്ട കാര്യം. ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ ഒന്നും പറയാതെ ഈ വിശ്വാസങ്ങളെ എല്ലാം ഏറ്റവും ഇകഴ്ത്തി കാണിക്കുന്ന, ഇതെല്ലാം തെറ്റാന്ന് പറയുന്നവർ ഈ മതപണ്ഡിതരാണെന്ന് പറയാനുള്ള പശ്ചാത്തലത്തിന്റെ ഒഡാസിറ്റി ഉണ്ടല്ലോ, ആ ഒഡാസിറ്റി ഭയങ്കരമാണ്. ഞാനല്ലല്ലോ, അദ്ദേഹമല്ലേ പറഞ്ഞത്. ഞാനല്ലല്ലോ, അദ്ദേഹമല്ലേ പറഞ്ഞത്. അല്ലല്ല, ഒരു സെക്കൻഡ്, ഞാനല്ലല്ലോ, അദ്ദേഹമല്ലേ പറഞ്ഞത്. അത് ആയിക്കോട്ടെ, ഞാനല്ലല്ലോ, അദ്ദേഹമല്ലേ പറഞ്ഞത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അയ്യോ, അവര് ഞങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെയാ തീരുമാനിക്കുന്നത്? അല്ലല്ല, ഒരു സെക്കൻഡ്, അല്ല മാധു മോറൽ ഹൈഗ്രൗണ്ട് ഒന്നും എടുക്കരുത്. അതായത് ഒരു സെക്കൻഡ്, അഡ്വക്കേറ്റ് ശ്യാംകുമാർ ഹിന്ദുമത വിശ്വാസിയാണോ എന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? സണ്ണി കവിക്കാട് ഹിന്ദുമത വിശ്വാസിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? ശബരിമല വിശ്വാസിയാണെന്ന് സന്ദീപ് ആനന്ദഗിരി പറയുന്നുണ്ടോ? ഈ രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, നവോത്ഥാനത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണല്ലോ, അവരെ ഉൾപ്പെടുത്താമല്ലോ. ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ശരി, ഞാൻ സംസാരിച്ചോട്ടെ, അവർ കാര്യമായി സംസാരിച്ചോട്ടെ. എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഞങ്ങളുടെ എല്ലാം നെഞ്ച് ചവിട്ടി മാത്രമേ ശബരിമല യുവതികൾ കയറൂ. ആരെങ്കിലും അല്ലാതെ വെള്ളം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ചാൽ മതി. ശബരിമല യുവതികൾ കേറില്ല. ആര് തീരുമാനിച്ചാലും എന്ത് തീരുമാനിച്ചാലും എവിടെ തീരുമാനിച്ചാലും ശബരിമല യുവതികൾ കേറില്ല. അത് ഉറപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ അതിന്റെ മറുപടി തന്നെ പറയാം. മാധു ഒരു സെക്കൻഡ്. സുപ്രീം കോടതിയുടെ 5 അംഗ വിധി വന്നിട്ട് മറുഭാഗത്ത് മുഖ്യമന്ത്രി കൊണ്ടുപിടിച്ച് നിന്നിട്ട് 10,000 പോലീസുകാർ നിന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്ത അവസരത്തിൽ പോരാടി ജയിച്ചവരാണ്. അതുകൊണ്ട് ഞങ്ങളെ ആരും നിയമമൊന്നും പഠിപ്പിക്കണ്ട. ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് പോരാടി ജയിച്ചവരാണ്. ഇന്ന് ഇന്ത്യ മുഴുവൻ ഞങ്ങളോടൊപ്പം ഈ ഫ്രിഞ്ചിന്റെ ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. തീരുമാനിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഉയർന്ന ആശയോടുകൂടി ചോദിച്ചു വന്നത് ശരിയാണ്, സുപ്രീം കോടതി പറഞ്ഞാലോ എന്ന്. പക്ഷെ അതേസമയം തന്നെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്, ഈ രാജ്യത്തെ നിയമത്തെ ബഹുമാനിക്കുന്ന ഒരു എളിയ പൗരനെന്ന നിലയ്ക്ക് ഞാൻ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾക്കതിന് വിലയില്ല എന്ന്. മാധു നേരെ തിരിച്ചാണ്. പറഞ്ഞു തീർക്കാൻ അനുവദിക്കൂ. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഞങ്ങളോടൊപ്പമാണ്. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഞങ്ങളോടൊപ്പമാണ്. ഈ രാജ്യത്തിന്റെ വിശ്വാസ സംവിധാനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. കാരണം ഞങ്ങൾ പറയുന്ന സത്യമാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളാണ് ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുന്നത്. എതിർപക്ഷം തീവ്ര ഫെമിനിസത്തിന് വേണ്ടിയാണ് പോരാടുന്നത്.